ജീവിക്കാനുള്ളതൊക്കെ കിട്ടുന്നുണ്ടോടാ അതിനകത്ത് നിന്ന്? ഇല്ല, ഇത്തിരി പരുവൊക്കെ ഇല്ല. ഞാൻ വൈകിട്ട് പിന്നെ മറൈൻ ഡ്രൈവിൽ കപ്പലിന്റെ കച്ചവടത്തിന് പോകും. അങ്ങനെ വേണം മിടുക്കൻ, അങ്ങനെ വേണം പിള്ളേര്. പഠിപ്പിച്ചവനായിപ്പോ അല്ല, ഇവനെ പിടിച്ച് നൂറിട്ടായിരുന്നു. ഭയങ്കര ചൂടാ, എന്നെ പോലീസ് എടുക്കാൻ പറ, എനിക്ക് മുട്ടി നിൽക്കുക. ആരിവനോ ചൂടനോ? പണ്ട് ഞാൻ പഠിപ്പിക്കുമ്പോഴേ എന്റെ നിഴല് കണ്ടാ ഇപ്പൊ മുള്ളുവാരുന്നവൻ. ശരിയാ, മാഷിന്റെ നെല്ല് കണ്ടാ മുള്ളുവായിരുന്നു. പക്ഷെ ഈ സൂര്യഗ്രഹണ സമയത്തെ മുള്ളടിച്ചിട്ട് പാടായിരുന്നു. അന്ന് നിഴലില്ലല്ലോ. ഇതിന്റെ നെല്ല് കണ്ട് പേടിക്കുന്നു. സ്വന്തം നെല്ല് കണ്ടിട്ട് ഡിനോസർ വരാന്ന് പേടിച്ച് മുള്ള നാളായി നിൽക്കുന്നത്. അപ്പൂപ്പനെ അടിച്ചേ? അപ്പൂപ്പനാ പറഞ്ഞ അടിക്കാൻ. അടി പറഞ്ഞ നിന്നെ അടിക്കുമെന്നാ പറഞ്ഞു. എന്നെ അടിക്കാൻ ഞാനും തിരിച്ചടിക്കും. നീ ഈ ധിക്കരിച്ച ആളാരെന്നറിയോ? ആരാ? ഇത് പഴയ സിംഹമാ. ഇപ്പൊ ഇച്ചിരി നരച്ചെന്നേ ഉള്ളൂ. ഇതാ നരസിംഹം. നരസിംഹം അതേ 5ാം ക്ലാസ്സിൽ വെച്ച് മാഷ് തന്നത് ഇപ്പോഴും ഇവിടെ ഉണ്ട്. 5ാം ക്ലാസ് വരെ ഇതില്ലായിരുന്നു ഇവിടെ. അതല്ലെന്ന് അടിയുടെ പാട് കിടപ്പുണ്ടെന്ന്. പോലീസ് എടുക്കാൻ പറ. സുഭാഷേ, എടാ മനെ, നീ ഒരു കാര്യം ചെയ്യാം. നിന്റെ ഈ പണിക്കകത്ത് എന്റെ ചെറുക്കനെ കൂടെ ഒന്ന് കൂട്ടും. അതെങ്ങനെ കൂട്ടും? ഞാൻ പെയിന്റിംഗ് പണിയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ചെറുക്കൻ ധിക്കാരിയാണെന്ന്. ഇവന്റെ അച്ഛൻ എന്നെ ഭയങ്കര ബഹുമാനമായിരുന്നു. വിശ്വനാഥ നാരായണ വെങ്കടേശ്വരയ്യ സുഭാഷേന്ന് തികച്ച് വിളിക്കത്തില്ലായിരുന്നു. അത്രയ്ക്ക് ബഹുമാനമായിരുന്നു എന്നെ. രവീന്ന് 2 പേര് വിളിക്കുമ്പോ അച്ഛനെ നാ കെട്ട് വീഴുമായിരുന്നു. പിന്നെ ഇത്ര നിങ്ങളുള്ള ഇടിയപ്പ പേര്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവനെ എടുത്താ തന്നെ ഇവനെ എടുത്തോണ്ട് എന്തുവാ പ്രയോജനം? എടാ അതൊരു കാര്യമുണ്ട്. ഞാൻ ഇവനെ അപ്പം മരിച്ച പിന്നെ ഞാനാ നോക്കിക്കൊണ്ടിരുന്നത്. കൊഞ്ചിച്ചും ലാളിച്ചു അങ്ങ് വളർത്തി. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. എന്ത് കൊഞ്ചിട്ട് താളിച്ച് വഴറ്റിയത്? കൊഞ്ചിട്ട് താളിച്ച് വഴറ്റിയത് നല്ല പറഞ്ഞത്. പിന്നെ കൊഞ്ചിച്ചും ലാളിച്ചു വളർത്തിയെന്ന്. അതുകൊണ്ട് എനിക്ക് ഇത്രയും വയസ്സും പ്രായമൊക്കെ ആയില്ലേ, അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ മരിക്കുമ്പോഴേ ഇവൻ വേണം വെടിവെക്കാൻ. അയ്യോ, വെടിവെക്കുമ്പോഴില്ലേ മരിക്കുന്നത്? അല്ലെന്ന് പോലീസ് യൂണിഫോമിൽ വന്ന് ആചാര വെടിവെക്കണം. അത് മാഷെ വേണ്ട, ഒന്നും പേടിക്കണ്ട. ഇവനെന്തായാലും ജോലി കിട്ടും. അപ്പൊ മാഷ് മരിക്കുമ്പോ ഇവനെ കൊണ്ട് തന്നെ ഞാൻ വെടിവെപ്പിച്ചോളാം. പോരെ? പക്ഷെ വേറൊരു കാര്യം ഉണ്ടാ. എന്തുവാ? ഈ മരിച്ചു കിടക്കുമ്പോഴേ ഈ ആരായി വെടിവെക്കുന്നതെന്ന് എനിക്ക് അറിയാൻ ഒക്കുകയല്ലോ. അത് പറ്റത്തില്ല. അതുകൊണ്ട് ആ വെടി നീ ഇപ്പം ഇവിടെ വെച്ച് ഇവനെ കൊണ്ട് വെപ്പിക്കണം. അതൊന്നും പറ്റത്തില്ല. അങ്ങനൊന്നും വെടിവെക്കാൻ പറ്റത്തില്ല. ഇത് ഫോഴ്സിന്റെ തോക്ക, അങ്ങനൊന്നും വെടിവെക്കാൻ പറ്റത്തില്ല. എന്റെ ഒരു ആഗ്രഹം ഇല്ലയോടാ? ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ വെടിവെടി നടത്താനിരിക്കുവാണ് ഞാൻ. എവിടെ കിടന്നടാ ഇത്? അപ്പോ എന്റെ ആഗ്രഹം എന്റെ വിദ്യാർത്ഥി സാധിച്ചു തരത്തില്ല. അമ്മൂമ്മ എന്റെ മുന്നേ വെച്ച് കരയല്ലേ? വൈകിട്ട് അമ്മൂമ്മയുടെ മുന്നേ കരഞ്ഞാൽ മതി, എന്റെ കണ്ണിന്റെ സ്റ്റോക്ക് തീരും. അതെ, ഒരു കാര്യം ചെയ്യും. മാഷിന്റെ ഒരു ആഗ്രഹമല്ലയോ? മാഷിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ സാധിച്ചു തരാം. വെടിവെക്കടാ. എങ്ങോട്ടാ വെക്കട്ടെ? എടാ തോക്കിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കേ. നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ എന്റെ കള്ളക്കാമുകയൊന്നും ഇല്ലല്ലോ ഇത്. ചേർത്ത് പിടിക്കണം, അങ്ങോട്ട് പിടിക്കാം. ഇതുണ്ടോ? ഇതാണ് കാഞ്ചി. ഇതിൽ വലിക്കുമ്പോഴാണ് വെടി പൊട്ടുന്നത്. പൊട്ടിയില്ലേലും കാഞ്ചി കേട്ടോ. അപ്പോഴ് ഞാൻ ഫയർ എന്ന് പറയും, നീ എന്തോ ചെയ്യും? ഞാൻ മുത്തുച്ചിപ്പി എന്ന് പറയും. എടാ ഫയർ എന്ന് പറയുമ്പോ വെടി വെക്കണം. ഓക്കെ, റെഡി അല്ലേ? റെഡി, ഫയർ. നോക്കൂ, അത് പൊട്ടി വിരിയത്തൊന്നുമില്ല. കഴിഞ്ഞേ. ആലിപ്പഴം ഞാൻ കണ്ടില്ല. എന്തോ ആലിപ്പഴം വീണെന്ന്? ഈ ആലിപ്പഴം അല്ല, നീ മേപ്പോട്ടൊരു വെടി വെച്ചില്ലേ, ആ ഉണ്ട റിട്ടേൺ വന്ന് വീണതാ. ഗാന്ധിജിയൊക്കെ സത്യാഗ്രഹം കഴിഞ്ഞ് പോയോടാ. ബ്രിട്ടീഷുകാരല്ല വെടി വെച്ചാ, ഞാനാ വെടി വെച്ചത്. അടുത്ത ടെസ്റ്റിലോട്ട് കിടക്കുവോ മാഷേ? ഇനിയും പുഷപ്പ് അടിക്കാം. എന്നാ വായിക്ക്. എന്തുവാ? ദിൽക്കുഷ് അടിക്കാന്ന് പറഞ്ഞു. അയ്യോ, കനച്ചവല് കയറ്റുന്ന കാര്യമാണോ ഞാൻ പറഞ്ഞത്? എടാ പുഷപ്പ് അടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കമന്ന് കിടന്നിട്ട് ഇങ്ങനെ പൊങ്ങും തഴിച്ച സംഭവമില്ലേ? ഞാൻ ചെയ്യണോ? നീ ചെയ്യണം. ഒന്ന് എന്താ കാണിക്കുന്നത്? പുഷപ്പ് അടിച്ചാ? പുഷപ്പ് അടിക്കാൻ പറഞ്ഞപ്പോ കിടന്ന് പുഴു അടിക്കുവാണോ? എന്നിട്ട് മാറാൻ മണ്ണ് തിന്നാതെ. ഇതാണോ പുഷപ്പ്? ഞാൻ സ്ഥിരം ചെയ്യുന്നില്ലേ? പിന്നെ എത്ര പ്രാവശ്യം ചെയ്യുന്നറിയോ? കണ്ടോണേ. ഭയങ്കര പ്രയാസം ഇതൊക്കെ. ഈ പോലീസ് ജോലി എന്ന് പറഞ്ഞു. അയ്യോ, പോലീസ് ജോലി എന്ന് പറഞ്ഞാലേ ഭയങ്കര പ്രയാസമാടാവേ. അല്ല സാറേ. ഹലോ, ഇറങ്ങില്ലേ? സാറേ ഞാൻ പറയാം സാറേ. ഇവിടെ ലൈറ്റ് പോണതിന് മുമ്പ് ഷൂട്ട് ചെയ്യണം, പെട്ടെന്ന് വാ. ഞാൻ പറയാം സാറേ, വേറെ ആളെ വിളിക്കില്ല സാറേ. ഓക്കെ. എടാ 2 ഐറ്റം കൂടെ ഉള്ളൂ. ഇനി അടുത്തത് ഹൈ ജമ്പ്. തോണ്ടിരിക്കുന്നു. ചാടാ. കുഴപ്പമില്ലായിരിക്കും. ഇല്ലയോ? ഇല്ല. എടാ എടുത്ത് ചാടാ. എടാ അതിന്റെ മണ്ടക്കോട് ചാടാ. എങ്ങനെയുണ്ട് എന്റെ കൊച്ചുമോൻ? സാറിന്റെ കൊച്ചുമോനല്ലേ? ഇത് കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കേറ്റി അങ്ങ് വിട്ടേക്കാം. എന്റെ ദൈവമേ. അടുത്തത് കയറും. ഒറ്റ തവണ പറഞ്ഞാൽ എനിക്കറിയാം. കയറുന്നല്ലേ പറഞ്ഞേ? കയറാൻ അതിന്റെ മണ്ടയ്ക്ക് ഒരു 501 രൂപ ഒരു ഫുള്ള് ഞാൻ വെച്ചിട്ടുണ്ട്, അതെടുക്കാൻ. 501 രൂപ അപ്പൂപ്പന്. അപ്പുള്ളോ? ഞാനിവിടെ ഓണപ്പരിപാടി നടത്താൻ വന്നാണോ? എടാ ഇത് നിന്റെ ടെസ്റ്റിന്റെ ഭാഗമായി. കയറാ കയറി മേളിൽ ചെല്ലണം 10 സെക്കൻഡ് കൊണ്ട്. ഞാൻ നണ്ണാൻ കുഞ്ഞാന്നു. നിനക്ക് പോലീസ് ആവണോടാ നിനക്ക്? സഹായിക്കാ.
പ്രേമികളെ, ഒരു കൊച്ചുമോനും അപ്പൂപ്പനും ഒരു ചാൻ വയറിന് വേണ്ടി കാണിക്കുന്ന സാഹസിക പ്രകടനങ്ങളാണ് അടുത്തതായിട്ട് ഫയർ ഡാൻസ്. എന്തിനാ സാറേ? മണ്ണെണ്ണ കൊണ്ടുവരട്ടെ എന്തിനാ? നിന്നെയൊക്കെ കത്തിക്കാൻ. അതെന്തോ? എടാ മാമാട്ടിക്കുട്ടിയമ്മയുടെ ഫിഗർ ഉള്ളവനെ ഇതാണോ ഇത്? എടാ ഇത് ഫയർ ഡാൻസ് കളിക്കാൻ വന്നാണോ നീ ഇവിടെ? കാല് കുരിക്കുന്നതല്ലേ? കാല് കുരുങ്ങി അതിന് താളം തുള്ള ഒരു അപ്പൂപ്പന്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.